സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവരുടെ ജേണിയൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. അവരെന്തായാലും സെപ്പറേറ്റ് ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, അവർ സെപ്പറേറ്റ് ആകുക തന്നെ ചെയ്യും. എന്നാൽ അവരെന്തായിരിക്കും അതിനുശേഷം ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ അതിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക. നമുക്ക് പെട്ടെന്ന് തന്നെ 6K എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇട്ടാൽ വളരെയധികം മോട്ടിവേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. ആദ്യം നമ്മുടെ 2020 ചാപ്പർ. നമുക്കറിയാം നമ്മുടെ ചോപ്പറിൻ്റെ ഡ്രീം ലോകത്തിലെ എല്ലാ ഡിസീസും ക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ചോപ്പർ ഈ ജേണിയൊക്കെ അവസാനിച്ചതിന് ശേഷം നമ്മുടെ ചോപ്പർ ഒരു ഡോക്ടറായിട്ട് തുടരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രാങ്കി, നമുക്കറിയാം നമ്മുടെ വാട്ടർ 7ൻ്റെ അവസ്ഥ എന്താണെന്ന്. ഓരോ കൊല്ലവും അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസ്ബർഗിനെ നമ്മുടെ ഐസ്ബർഗ് പറഞ്ഞതുപോലെ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഐലൻഡായി വാട്ടർ 7നെ മാറ്റാൻ നമ്മുടെ ഫ്രാങ്കിയും കൂടെ സഹായിക്കുന്നതായിരിക്കും തൻ്റെ ജേണിക്ക് ശേഷം. പിന്നെ നമ്മുടെ ജീമയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മ എന്തായാലും തൻ്റെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിഷ്മാൻ ഐലൻഡ് നമ്മുടെ ഭൂമിയുടെ മുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ജിമ്മയെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതായിരിക്കും. ഇനിയുള്ളത് നമ്മുടെ നാമിയാണ്. നാമി, നമുക്കറിയാം നാമിയുടെ ഏറ്റവും വലിയ ഡ്രീം വേൾഡിൻ്റെ മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നാമി തൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു പോവുകയോ അവിടെയുള്ള ജനങ്ങളെ സഹായിക്കുകയോ അവിടെയുള്ള കുട്ടികൾക്ക് തൻ്റെ നോളജൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മുടെ നിക്കോ റോബിൻ എന്താണ് ചെയ്യണമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിക്കോ റോബിൻ എന്തായാലും നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷവും ഒരു ആർക്കോളജിസ്റ്റായിട്ട് തന്നെ തുടരുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഒഹാറയിൽ പോയിട്ട് ആ ഐലൻഡ് റീബിൽഡും ചെയ്യാൻ തുടങ്ങിയേക്കാം. പിന്നെ നമ്മുടെ ഉസോപ്പിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ നമ്മുടെ സീയുടെ ഒരു വലിയ വാരിയറാകണം എന്നായിരുന്നു. അത് എന്തായാലും നമ്മുടെ ഉസോപ്പ് നമ്മുടെ വൺ പീസിൻ്റെ അവസാനമാകുമ്പോഴേക്കും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഉസോപ്പ് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഉസോപ്പ് തൻ്റെ ഐലൻഡിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അവിടെ വെച്ച് അവിടെയുള്ള പെണ്ണില്ലേ അവളെ കല്യാണം കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ സാഞ്ചി. നമുക്കറിയാം സാഞ്ചിയുടെ ഡ്രീമും ഇതുപോലെ തന്നെയുള്ള ഒന്നാണ്, ഓൾ ബ്ലൂ കണ്ടുപിടിക്കുക എന്നാണ്. എന്നാൽ അത് നമ്മുടെ സാഞ്ചി കണ്ടുപിടിച്ചതിന് ശേഷം സാഞ്ചി ഒരു റെസ്റ്റോറൻറ്റും തുടങ്ങി അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുകയോ ആ റെസ്റ്റോറൻറ്റ് നല്ല രീതിക്ക് നോക്കി മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സോറോ, നമുക്കറിയാം നമ്മുടെ സോറോൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ്മാനായി മാറുക എന്നുള്ളത്. എന്നാൽ ആ ഡ്രീം അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മുടെ സോറോ തൻ്റെ മാസ്റ്ററിനെ കാണാൻ തൻ്റെ വില്ലേജിലേക്ക് തന്നെ തിരിച്ചു പോവുകയോ അവിടെ നിന്ന് തൻ്റെ മാസ്റ്ററിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് കുട്ടികളെ ഒക്കെ സ്പോർട്സ്മാൻഷിപ്പ് പഠിപ്പിക്കാനും ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മുടെ ബ്രൂക്കിൻ്റെ ഡ്രീം നമുക്കറിയാം ലെബോണിനെ കൂടി റീയൂണൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് ഒരുപാട് കോൺടെസ്റ്റൊക്കെ നടത്തി വളരെ ഹാപ്പി ആയിട്ട് തൻ്റെ ലൈഫിൽ ജീവിക്കുന്നതായിരിക്കും. ഇനിയാകെ ബാക്കിയുള്ളത് നമ്മുടെ ലൂഫി മാത്രമാണ്. നമുക്കറിയാം ലൂഫിയുടെ കാര്യം എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ലൂഫി തീർച്ചയായിട്ടും നമ്മുടെ ബോയ ഹാൻകോക്കിനെ മാരേജ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും കടലിലേക്ക് തന്നെ പോകും. നമുക്കറിയാം നമ്മുടെ ലൂഫി എത്രമാത്രം അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ ലൂഫി എന്തായാലും പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല, തീർച്ചയായിട്ടും കടലിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നമ്മുടെ ജേണി അവസാനിച്ചതിന് ശേഷം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എത്തുക. മറ്റൊരു കാണുന്നവരെ ബൈ.